ബഹ്റൈൻ ദേശീയ ദിനം പ്രമാണിച്ചുള്ള അവധി പ്രഖ്യാപിച്ചു. ദേശീയ ദിനവും രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ സ്ഥാനാരോഹണത്തിന്റെ വാർഷികവും പ്രമാണിച്ച് ഡിസംബർ 16-17 തീയതികളിൽ മന്ത്രാലയങ്ങൾ, സർക്കാർ വകുപ്പുകൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധിയായിരിക്കും. കുവൈത്ത് രാജ്യാന്തര വിമാനത്താവളത്തിലെ പാസഞ്ചർ ടെർമിനൽ 2 അടുത്ത വർഷം നവംബറിൽ തുറക്കും. ഇതിനു മുൻപ് നിർമ്മാണം പൂർത്തിയാക്കി കൈമാറണമെന്ന് സെൻട്രൽ ഏജൻസി ഫോർ പബ്ലിക് ടെൻഡേഴ്സ് നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടു. പ്രധാന ടെർമിനൽ കെട്ടിടം, അനുബന്ധ സൗകര്യങ്ങൾ, ടെർമിനലിലേക്കുള്ള റോഡുകൾ എന്നിവയിൽ വരുത്തേണ്ട ഭേദഗതികൾ സംബന്ധിച്ച് പൊതുമരാമത്ത് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അംഗീകരിച്ച ശേഷമാണ് നിർമ്മാതാക്കൾക്ക് അന്ത്യശാസനം നൽകിയത്. വിമാനത്താവളത്തിന്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നതിനും യാത്രക്കാർക്ക് മെച്ചപ്പെട്ട സേവനം നൽകുന്നതിനും ഇത് അനിവാര്യമാണെന്നും സൂചിപ്പിച്ചു. UAE പാസ്പോർട്ട് തുടർച്ചയായ 7ാം വർഷവും ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് എന്ന സ്ഥാനം നിലനിർത്തി. ആർട്ടൺ ക്യാപിറ്റൽ പുറത്തിറക്കിയ പാസ്പോർട്ട് ഇൻഡെക്സ് 2025 പ്രകാരമാണ് ഈ സ്ഥാനം ലഭിച്ചത്. 2025-ൽ ലോകത്തിലെ പല പ്രധാന പാസ്പോർട്ടുകൾക്കും യാത്രാ സ്വാതന്ത്ര്യം നഷ്ടമായപ്പോഴും UAE അതിന്റെ ആധിപത്യം ഉറപ്പിച്ചിരുന്നു. ലോകമെമ്പാടുമുള്ള യാത്രാ നിയന്ത്രണങ്ങൾ വർദ്ധിക്കുകയും ആഗോള മൊബിലിറ്റി കുറയുകയും ചെയ്യുന്ന ഈ സമയത്ത് UAEയുടെ ഈ നേട്ടം ശ്രദ്ധേയമാണ്. UAE പാസ്പോർട്ട് ഉപയോഗിച്ച് 129 രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെയും 45 രാജ്യങ്ങളിൽ വിസ ഓൺ അറൈവലായും 8 രാജ്യങ്ങളിൽ ETA വഴിയും പ്രവേശനം നേടാൻ സാധിക്കും. ഇതോടെ 179 മൊബിലിറ്റി സ്കോറാണ് UAE കരസ്ഥമാക്കിയത്. UAEയുടെ ദീർഘകാല നയതന്ത്ര ബന്ധങ്ങളും സ്ഥിരതയുള്ള വിദേശ നയവും സാമ്പത്തികമായി സ്വാധീനമുള്ള ആഗോള കേന്ദ്രം എന്ന നിലയിലെ വിജയവുമാണ് ഈ കരുത്തിന് കാരണം. NTV UAE to the world.